ഹലോ അച്ഛാ. നീ എവിടെയാ മോളെ? സിഎമ്മിനെ കാണാൻ പോണ്ടേ? വേഗം വാ. അച്ഛാ, ഞാനൊരു യാത്രയിലാ. യാത്രയോ? സിഎമ്മുമായിട്ടുള്ള മീറ്റിങ്ങും അതിന്റെ പ്രാധാന്യവും ഞാൻ പറഞ്ഞതല്ലേ. ഫയൽ നഷ്ടപ്പെട്ടതോർത്ത് നീ മാറിയിക്കണ്ട. അത് അതിന്റെ രീതിക്ക് നമുക്ക് സിഎമ്മിനോട് പറയാം. നീ വാ. അച്ഛാ, ആ ഫയൽ കയ്യിലില്ലാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. എന്റെ ഈ യാത്ര ആ ഫയൽ വീണ്ടെടുക്കാനുള്ള യാത്രയാ. ഫയൽ വീണ്ടെടുക്കാനുള്ള യാത്രയാ എന്ന് വെച്ചാൽ നീ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അധികം വൈകാതെ അച്ഛൻ എല്ലാം മനസ്സിലാവും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. ഇന്നത്തോടെ ആ ഫയൽ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. രാധാകൃഷ്ണ മിനിസ്റ്ററുടെ മുന്നിൽ ഇനിയും അച്ഛനും ഞാനും ഒന്നും തലകുണിച്ച് നിൽക്കാൻ പാടില്ല. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. ഒക്കെ ഞാൻ വന്നിട്ട് പറയാച്ചാ. അച്ഛൻ എന്നെ ഓർത്ത് ടെൻഷൻ ആവണ്ട. അല്ല, ഒന്ന് ചോദിക്കട്ടെ, നന്ദനെ കാണാനാണോ പോകുന്നത്? അതെ അച്ഛാ. സിദ്ധാർത്ഥൻ സാറാണല്ലേ വിളിച്ചത്? അതെ ഗിരീഷേട്ടാ. ഒരിടത്തേക്ക് പോകുന്നു എന്നല്ലാതെ എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് സിഎമ്മിനെ ചെന്ന് കാണേണ്ടതാ. പക്ഷെ ഫയലുമായിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെല്ലുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അച്ഛന് അല്പം ടെൻഷനായിട്ടുണ്ട്. സിഎം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ചെല്ലാതിരിക്കുമ്പോ അത് പ്രശ്നമാവില്ലേ? ചെന്ന് തലകുണിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് ചെല്ലാതിരിക്കുന്നതല്ലേ ഗിരീഷേട്ടാ. ആദ്യം നന്ദുവിനെ കാണട്ടെ, ബാക്കിയൊക്കെ പിന്നെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിച്ചിട്ടാ വിശപ്പില്ലാത്തത്. ചായ കൊണ്ടുള്ള മടി കൊണ്ട് വെറുതെ ഓരോന്ന് പറയല്ലേ. ഉച്ചയ്ക്ക് ഞാൻ അന്തസ്സായിട്ട് വയറ് നിറച്ച് കഞ്ഞി കുടിച്ചല്ലേ. അയ്യടാ, എന്നെ എത്ര വേണേലും കട്ടൻ ചായ കുടിച്ചോ. ചോദിക്കുമ്പോ കട്ടൻ ചായ തന്നോളാം. ആ, എത്തിയല്ലോ മഹാറാണി. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക. നല്ല വിശപ്പ്. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? സമയം എത്രയായിന്നാ? സമയം കഴിക്കാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. ഇതെന്താടി ഇത്? അച്ഛാ, അമ്മയുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണേ. ഈ വാച്ച് കണ്ടമ്മ ചോദിച്ചു കേട്ടില്ലേ? നിർത്തണേ. ക്ഷമിച്ചു നിൽക്കുമ്പോ തലേ കയറാൻ വരുന്നോ? ഇത് വാച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതെവിടുന്നാണെന്നാ ചോദിച്ചത്. നിനക്കിത് എങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ? ഇതൊരു വാച്ചല്ലേ, അല്ലാതെ എയർപ്ലെയിൻ ഒന്നും അല്ലല്ലോ. ഇത് വില കൂടിയ വാച്ചല്ലേ? ഇത് വാങ്ങാൻ നിന്റെ കയ്യിൽ എവിടുന്ന കാശ്? നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ വാങ്ങണമെന്നുണ്ടോ? നമ്മളോട് ഇഷ്ടമുള്ളവര് സമ്മാനമായിട്ട് തന്നാലും പോരെ? ആരാണ് ഇത് വാങ്ങി തന്നത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഷെയിം. നീ എന്തിനാടി ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? നിനക്ക് കളിയാക്കാനുള്ള കളിപ്പാട്ടമാണോ ഞങ്ങള്? ഇതെന്താ അമ്മേ? ഞാൻ അമ്മയെ കളിയാക്കിയൊന്നുമല്ല. ഇനിയിപ്പോ അങ്ങനെ തോന്നിയെങ്കിൽ സോറി. എന്നോട് പിണങ്ങല്ലേ. മാറി നിക്കടി അങ്ങോട്ട്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങി കൈ കെട്ടിക്കൊണ്ട് വന്നിട്ട് പറയുന്ന കേട്ടില്ലേ? എന്നാ പിന്നെ നിനക്ക് വാച്ച് വാങ്ങി തന്ന ആളുടെ കൂടെ പോകാറുന്നില്ലേ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതിന് സമയാവട്ടെ, അപ്പൊ പൊയ്ക്കോളാം. എന്റെ അച്ഛാ, ഞാനിതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. പണ്ട് ഞാനൊരു വാക്ക് തന്നിട്ടില്ലേ, അമ്മയുടെ അച്ഛന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാനൊരു കോന്തന്റെ കൂടെ പോയില്ലാന്ന്? കള്ളം പറയല്ലേടി. നീ ഒരുത്തരെ പ്രേമിച്ച് നടക്കല്ലേ? ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ടെന്ന് വെക്കോ നീ?
ആ എന്താ സംശയം? പക്ഷേ നിങ്ങൾ വേണ്ടെന്ന് പറയില്ല. എന്ന് പറ, ആരാ അവൻ? ആ അത് പറയാൻ സമയമായില്ല. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ആ നന്ദേട്ടൻ എവിടാന്നറിയാതെ ചേച്ചി കരഞ്ഞു വിളിച്ച് നടന്നപ്പോ ഞാൻ ആ ആളിനെ കുറിച്ച് അറിഞ്ഞു കൊടുത്തേ. ചേച്ചിക്ക് എന്നെ ഏതാണ്ട് മനസ്സിലായി. വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനേ മംഗലശ്ശേരി മാധവന്റെ മോളാ. അനുഭവങ്ങളിലൂടെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കഴിക്കാൻ എനിക്ക് എന്തേലും എടുത്തുക. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും കഴിക്കുന്നില്ല. പട്ടിണി കിടന്നോളാം. പോരെ? നിക്കടി അവിടെ, ഇവിടെ വന്നിരുന്ന് കഴിക്കടി. രാധികയ്ക്ക് എന്നോട് സ്നേഹമല്ലേ അച്ഛാ? പെറ്റൊരാളേക്ക് പിന്നെ സ്നേഹമില്ലാതിരിക്കോ? അപ്പൊ തന്തയ്ക്കോ? പോയി കഴിക്കാൻ നോക്കടി. അച്ചോടാ കുരുത്തം കേട്ടത്. അതെ, ഞാനൊന്ന് ചെല്ലട്ടെ. ദേവിക ഇവിടെ ഇരിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. റൂം ഒന്നേ അവൈലബിൾ ആയിട്ടുള്ളൂ. സാറ് ഫാമിലിയാണോ സാർ? തൽക്കാലം ഇപ്പോൾ റൂമൊന്നും വേണ്ട. പിന്നെ ഞാനൊരാളെ കാണാൻ വന്നതാ. ഈ റൂം നമ്പർ 5 എവിടെയാ? അല്ല, എന്താ കാര്യം? അവിടെ ആരെ കാണാനാ? റൂം എവിടെയാ അത് പറ. ഗസ്റ്റുകളുടെ അനുവാദമില്ലാതെ റൂമിലേക്ക് ആളെ അയക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെയാണ് കാണാൻ വന്നതെന്ന് പറയണം. ആ ആള് തന്നെയാണ് ആ റൂമിലുള്ളതെന്ന് ഉറപ്പുവരുത്തണ്ടേ? ഒരു നന്ദനെയാ കാണേണ്ടത്. സോറി, റൂം നമ്പർ 5 താമസിക്കുന്നത് നന്ദനല്ല. പിന്നെ ഇസബെല്ല എന്ന ലേഡിയുടെ പേരിലാണോ റൂം എടുത്തിരിക്കുന്നത്? ഇസബെല്ല ഇവിടെ ഇല്ലേ? ഇസബെല്ലയും കാണണം. അല്ല, നിങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയി കാണും. അങ്ങനെ രണ്ടുപേരും ഇവിടെ താമസമില്ല. റൂം നമ്പർ 5 ഫോറിനേഴ്സാ താമസിക്കുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തൊരു റിസോർട്ടുണ്ട്. അവിടെയായിരിക്കും നിങ്ങൾ അന്വേഷിച്ചു വന്ന ആൾക്കാർ. ഞങ്ങൾ നേരിട്ടൊന്ന് ചെന്ന് നോക്കട്ടെ. ആള് തെറ്റിയത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും. പറ്റില്ല. എന്നാ അതൊന്നും അറിയണമല്ലോ. അവിടെ നിൽക്ക്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഗസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് വിടത്തില്ല. നിങ്ങൾ പറയുന്ന ആൾക്കാർ ഇവിടെ ഇല്ല. മാറി നിൽക്കണോ അവിടുന്ന്? ഇതാരെന്ന് വെച്ചാ താ സംസാരിക്കുന്നത്? ഒരു MLA തടയാനുള്ള വകുപ്പുണ്ടോ തന്റെ സ്ഥാപനത്തിന്? അല്ല, ഇത് ഞാൻ ദേവിക, രാമപുരം MLA. തന്റെ മുഖം കണ്ട അറിയാമല്ലോടോ താൻ എന്തൊക്കെ ഒളിപ്പിക്കുന്നുണ്ടെന്ന്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് നേരെ ചൊവ്വേ നടത്തുന്ന സ്ഥാപനമല്ല അല്ലേ? അതെ സാർ. ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഗസ്റ്റ് അനുവദിച്ചാലേ പോവാൻ പറ്റത്തുള്ളൂ. ഗസ്റ്റിന്റെ അനുവാദം ഇല്ലാതെ എനിക്ക് അവരെ കാണണം. അല്ല മേഡം, സോറി, പറ്റില്ല. ഒരു ജനപ്രതിനിധിയോട് ഈ രീതിയിലൊക്കെ പറയുന്ന താൻ കുഴപ്പക്കാരനാണല്ലോടോ. ദേവിക, പോലീസിനെ വിളിക്കും. പത്രക്കാരെ വിളിച്ചോ, അവര് സംസാരിച്ചോളൂ. വേണ്ട മേഡം,
അതൊന്നും വേണ്ട മേഡം. റൂം നമ്പർ 5 ഏത് ഭാഗത്താ? പറയടോ. മോളിലാണ് മേഡം. മോളില് ഇടത്തെ അറ്റത്താ. ദേവിക വാ. കുഴപ്പം കാണിച്ചാലേ നീ അടക്കം എല്ലാരും ജയിലിൽ കിടക്കും. മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ നിന്നോണം. നന്ദ, ആ ടൗലൊന്ന് എടുത്തു തരുമോ? നിനക്ക് നിന്റെ റൂമിൽ പോയി കുളിക്കായിരുന്നില്ലേ? അവിടെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഒന്ന് എടുത്ത് താ നന്ദ, പ്ലീസ്. നന്ദ, താങ്ക്സ്. ഗിരീഷേട്ടൻ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ ഒന്ന് താമസിക്കുന്നത്? അല്ല, അത് കമ്പനിയിലെ അക്കൗണ്ട്സിന്റെ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. എന്താ വീട്ടിൽ പറയാതിരുന്നത്? അത് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ കാര്യങ്ങളൊക്കെ ഊഹിച്ചോളൂന്ന് കരുതി. അത് കൊള്ളാം. നീ ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കാ. അല്ല, വന്നേ, നമുക്ക് ലോബിയിൽ ഇരുന്ന് സംസാരിക്കാം. വാ. ഇതെന്താ, ദേവി ഉണ്ടല്ലോ. വാ, നമുക്ക് പുറത്തു പോയി കോഫി കുടിക്കാം. വാ ഗിരീഷേട്ടാ.
കോഫിയൊക്കെ കുടിക്കാം, കുറച്ച് കഴിയട്ടെ. ഛേ, നിങ്ങളെന്നെ ഫോളോ ചെയ്ത് വന്നിരിക്കുക. ഒറ്റയ്ക്കൊരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലേ? ഗിരിഷേട്ടാ വന്നേ, പറയട്ടെ. ആ, നന്ദ, ആരോടാ നീ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഇതാരാ? പ്രേതമാണോടാ? പറയടാ. എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ? എക്സ്ക്യൂസ് മീ, ഹൂ ആർ യു? ഞാൻ ആരാണെന്ന് നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നേ? പിന്നെ ഞങ്ങളുടെ റൂമിൽ അതിക്രമിച്ചു കയറാൻ നിങ്ങൾക്ക് എന്താ കാര്യം? നന്ദ, നന്ദന്റെ റിലേറ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പ്ലീസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങ. നിർത്തടി. നീ എന്താ പറഞ്ഞത്? പുറത്തിറങ്ങാനോ? ഇറങ്ങാനല്ല, ഇറക്കിക്കൊണ്ട് പോവാനാ ഞാൻ വന്നത്. കുറച്ച് കാര്യങ്ങൾ ഇയാളുമായിട്ട് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വിട്ടേക്കാം. അവളുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യരുതെന്ന്. ഒരു കുടുംബത്തെ ബ്രേക്ക് ചെയ്തതിന് കുഴപ്പമില്ല അല്ലടി? ദേ, അനാവശ്യം പറയരുത്. MLA ആണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. നീ തല്ലൂന്നാണോ? എന്നാ ഒന്ന് തല്ല്. എടി, ഏയ് ദേവി, വേണ്ട. ഏയ്, നീ മിണ്ടിപ്പോരുത്. പറയാനുള്ളത് അവർ തമ്മിൽ പറഞ്ഞോളൂ, മനസ്സിലായോ? വേറെ ആരും ഇതിൽ ഇടപെടണ്ട. അത് പറയാൻ താൻ ആരാടോ? എല്ലാം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ചെല്ല്. പ്ലീസ്. ഇസബല്ല, എന്താടി നിനക്കെന്നെ തല്ലണ്ടേ? നീ എന്താ പറഞ്ഞേ? MLA ആണെന്ന് നീ മറക്കുന്നോ? നോക്ക്, ഞാനത് നേരത്തെ മറന്നതാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ 5-ാം നമ്പർ മുറിയിലുണ്ടെന്നുള്ള വിവരം കിട്ടിയ നിമിഷം ഞാൻ എന്റെ പദവിയൊക്കെ അങ്ങ് മാറ്റിവെച്ചു. വെറും ദൈവികയായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഓ, അപ്പൊ സംശയരോഗമാണല്ലേ? രോഗം എനിക്കല്ല, നിനക്കാ. അതിനുള്ള മരുന്നുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അത് ഞാൻ പുറകെ തരുന്നുണ്ട്. നോക്ക് ദേവിക, നിന്റെ ഭർത്താവിനെ ആരും തട്ടിയെടുത്തിട്ടില്ല. അത് മാത്രമല്ല, വിവാഹിതരായാലും സുഹൃത്തിനോ പരിചയക്കാർക്കോ ഒപ്പം താമസിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവകാശമില്ലെന്ന് കോടതി വിധിയുണ്ട്. ഗിരീഷേട്ടൻ കേട്ടോ തമാശ പറയുന്നത്? അവകാശം സ്ഥാപിക്കാനാ നമ്മൾ വന്നതെന്ന്. എന്റെ പൊന്നു മോളെ, വെറുതെ തരാന്ന് പറഞ്ഞാൽ പോലും ഇനി ഇതിനെനിക്ക് വേണ്ട.
മേൽ എനിക്ക് അവകാശമില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാം. മുദ്രപത്രം കൊണ്ടുവാ, ഈ നിമിഷം ഒപ്പിട്ട് തരാം. പിന്നൊരു കാര്യം, കൈ ഒഴിഞ്ഞ സാധനം പിന്നീട് തിരിച്ചെടുക്കാൻ ഞാൻ വരില്ല. നീ തന്നെ ചുമന്നോണം. നീ കോടതി കൂട്ടുപിടിച്ച് കുറെ വാദിച്ചല്ലോ വിവാഹിതരുടെ ബന്ധത്തെപ്പറ്റി. കോടതി അത് മാത്രല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അനുസരിക്കാനുള്ളതാ, നീ അടക്കം എല്ലാത്തിനും. മുകളിലൊരു കോടതിയുണ്ട്, ഈശ്വരന്റെ കോടതി. ഇതിനോടകം അവിടെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ നീ? ഞാൻ ഇപ്പൊ വന്നതേ ഇയാള് മോഷ്ടിച്ചെടുത്ത ഫയല് തിരികെ വാങ്ങാനാ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.